സായി അഞ്ജലി ഭാഗം 9. സായി തൻ്റെ പ്രണയം അഞ്ജലിയോട് പറഞ്ഞതും അഞ്ജലി സായിയെ ഞെട്ടലോടെ നോക്കി. അഞ്ജലി അന്തം വിട്ട് നിൽക്കുന്നത് കണ്ട്, ഹേ അഞ്ജലി, താൻ എന്താടാ ഇങ്ങനെ തരിച്ചു നിൽക്കുന്നത്? നിന്റെ പേര് എങ്ങനെ അറിഞ്ഞു എന്നാണോ നീ ചിന്തിക്കുന്നത്? അതറിയാനാണോ ഇത്രയും കഷ്ടം? ഞാനതാ ആ ചേച്ചിയോട് ചോദിച്ചു എന്ന് പറഞ്ഞ് തൊട്ടടുത്ത കടയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സായി പറഞ്ഞു, ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അഞ്ജലി. റിയലി ഐ ലവ് യു. പ്ലീസ് കം ഇൻ ടു മൈ ലൈഫ് ടു മേക്ക് മൈ ലൈഫ് കംപ്ലീറ്റ്. സായി അഞ്ജലിയുടെ കണ്ണുകളിൽ നോക്കി കോൺഫിഡൻസോടെ പറഞ്ഞു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് തന്നെ ഇഷ്ടമല്ല. ഒന്ന് പോകുന്നുണ്ടോ? അഞ്ജലി പറഞ്ഞു. താനിങ്ങനെ എടുത്തു ചാടി ഒരു മറുപടി പറയല്ലേ, അതിൻ്റെ ത്രില്ല് പോകില്ലേ? നന്നായി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. സായി പറഞ്ഞു. എനിക്ക് കച്ചവടം നടക്കുന്ന സമയമാണ്. വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കാതെ താൻ ഇവിടെ നിന്നൊന്ന് പോകുന്നുണ്ടോ? അഞ്ജലി സായിയെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്റെ കണ്ണുകൾ എന്ത് മനോഹരമാണ്. ഇങ്ങനെ എന്നെ നോക്കല്ലേ അഞ്ജലി. നിന്റെ മിഴികളിൽ നിന്ന് വരുന്ന പ്രണയശരങ്ങൾ എൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറുന്നു. അഞ്ജലി, നിന്റെ ഈ കണ്ണുകളിലെ പ്രണയം ഞാൻ എടുത്തോട്ടെ. സായം അഞ്ജലിയെ മനോഹരമായി പ്രൊപ്പോസ് ചെയ്യുന്നതിനിടെ അവിടേക്ക് പൂക്കൾ വാങ്ങാൻ ഒരു സ്ത്രീ വരുന്നത് കണ്ട്, ഛേ, അവർക്ക് വരാൻ കണ്ട സമയം. മനുഷ്യൻ ഇവിടെ കാര്യമായിട്ട് ലൈഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനും സമ്മതിക്കില്ല എന്ന് പിറുപിറുത്തുകൊണ്ട്, ശരി, നമുക്ക് ഈവനിങ് കാണാം, ബൈ അഞ്ജലി എന്ന് പറഞ്ഞ് അവളെ നോക്കി സായി കണ്ണടിച്ചു. പെട്ടെന്നുള്ള സായിയുടെ ആ പ്രവൃത്തിയിൽ അഞ്ജലി അന്തം വിട്ടു നിന്നു. സായി അവിടെ നിന്നും പോയതും, മോളെ, ബിന്ദിപ്പൂ 1 കിലോ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ അഞ്ജലിയുടെ കടയിലേക്ക് വന്നു. അത് കേട്ടതും ചെറിയൊരു വെപ്രാളത്തോടെ അഞ്ജലി പൂക്കളെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, മോളെ, ഇപ്പോൾ പോയത് ആ സായി ഗ്രൂപ്പിൻ്റെ ഓണർ മുരളി സാറിൻ്റെ മകനാണോ? ആ സ്ത്രീ ചോദിച്ചു. എനിക്കറിയില്ല ചേച്ചി. ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. അവർക്കൊക്കെ ഒരു പൂന്തോട്ടം തന്നെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ ആളുകളുണ്ടാവുമ്പോൾ ഇങ്ങനെ കടയിൽ വന്ന് വാങ്ങിക്കില്ലല്ലോ. ഇതാ ചേച്ചി പൂ വാങ്ങിച്ച് ആ സ്ത്രീ പോയതിനു ശേഷം അഞ്ജലി സായിയെക്കുറിച്ച് ചിന്തിച്ചു. സായി അവളെ നോക്കി കണ്ണടിച്ച രംഗം അവൾ ഓർത്തപ്പോൾ അഞ്ജലിയുടെ മുഖത്ത് നാണത്തോടെയുള്ളൊരു പുഞ്ചിരി വിടർന്നു. ഈശ്വര, അവൻ ആരാണെന്നോ എന്താണെന്നോ എങ്ങനെയുള്ളവനാണെന്നോ ഒന്നും തനിക്ക് അറിയില്ല. എന്നിട്ടും അവനെ കാണുമ്പോൾ, അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എന്തിനാ ഇങ്ങനെയൊരു ഫീൽ? ഇതിനു മുൻപ് പലരും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ അവരോടൊന്നും തോന്നാത്തൊരു ഫീൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇവനോട് തോന്നുന്നത്? അവൻ്റെ നോട്ടത്തിൽ ഞാൻ എന്താണ് ഇങ്ങനെ തളർന്നു പോകുന്നത്? അഞ്ജലി ചിന്തിച്ചു. പെട്ടെന്നാണ് പൂ വാങ്ങിക്കാൻ വന്ന സ്ത്രീ പറഞ്ഞത് അഞ്ജലി ഓർത്തത്. അവൾ വേഗം ഫോണെടുത്ത് ഗൂഗിളിൽ സായി ഗ്രൂപ്പ്സ് എന്ന് സെർച്ച് ചെയ്തു. ഫൗണ്ടർ മുരളി എന്നും ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സായി മുരളി എന്നും അഞ്ജലി ഗൂഗിളിൽ കണ്ടു. സായി മുരളി ഇമേജസ് എന്ന് അഞ്ജലി സെർച്ച് ചെയ്തു. അഞ്ജലിയിൽ നിന്നും പൂക്കൾ വാങ്ങി സായി ഓഫീസിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്നൊരു വയസ്സായ ഒരു സ്ത്രീ സായിയുടെ വണ്ടിയുടെ മുന്നിൽ ചാടി. സായി പെട്ടെന്ന് വണ്ടി നിർത്തി ഇറങ്ങിച്ചെന്നു. എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ച് ആ സ്ത്രീയെ സായി പിടിച്ചെഴുന്നേൽപ്പിച്ചു. മോൻ പേടിക്കണ്ട, എനിക്കൊന്നും പറ്റിയില്ല മോനെ. റോഡ് മുറിച്ച് കിടക്കുന്നതിനിടയിൽ വണ്ടി വന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. അമ്മയ്ക്ക് എവിടേക്കാണ് പോകേണ്ടത്? ഞാൻ കൊണ്ടാക്കാം, സായി പറഞ്ഞു. അതൊന്നും വേണ്ട മോനെ, ഞാൻ പോയിക്കോളാം. വേണ്ട, ഞാൻ കൊണ്ടാക്കിത്തരാം, സായി വീണ്ടും നിർബന്ധിച്ചു. പക്ഷേ അവർ അതിന് സമ്മതിച്ചില്ല. മകന് നല്ലത് വരട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് അവർ അവിടെ നിന്നും നടന്നുപോയി. സായി കാറിൽ കയറി പോകുന്നത് ആ സ്ത്രീ നോക്കി നിന്നുകൊണ്ട് മനസ്സിലെന്തോ ചിന്തിച്ചു. മോനെ, നിന്റെ ജീവിതത്തിൽ ഒരു കരിയിലയുടെ നിഴൽ പോലും ബാധിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്ത്രീ അവിടെ നിന്നും നടന്നുപോയി. സായി ഓഫീസിലെത്തി പൂക്കൾ ആനന്ദിനെ ഏൽപ്പിച്ചു. എന്നിട്ട് സായും ആനന്ദും കൂടി സായിയുടെ പുതിയ വർക്കിംഗ് സൈറ്റിലേക്ക് പോയി. ഗൂഗിളിൽ സായി മുരളിയുടെ ഫോട്ടോ കണ്ട് അഞ്ജലി ഞെട്ടി. തൻ്റെ കടയിൽ വന്നത് ഇത്രയും കോടീശ്വരനായ സായി ഗ്രൂപ്പ്സിൻ്റെ ഉടമയായിരുന്നോ? അഞ്ജലിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സായി തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതോർത്ത് അവൾക്ക് അത്ഭുതം തോന്നി. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും? അഞ്ജലി സംശയിച്ചു. അയാൾ ആത്മാർത്ഥമായിട്ടാണ് തന്നോട് ഇഷ്ടം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് മറുപടിയാണ് അയാളോട് പറയേണ്ടത്? അവൾ ആലോചിച്ചു. എന്തായാലും വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് അച്ഛനോടും അമ്മയോടും കാര്യം പറയാം, അഞ്ജലി തീരുമാനിച്ചു. അഞ്ജലി വാച്ചിലേക്ക് നോക്കി.
സമയം 10 മണിയാകുന്നു. അയ്യോ, ലേറ്റ് ആയല്ലോ എന്ന് പറഞ്ഞ് അഞ്ജലി വേഗം കടയടച്ച് ബാഗും എടുത്ത് കോളേജിലേക്ക് പോയി. വർക്കിംഗ് സൈറ്റിൽ സായ് ആനന്ദിനോടൊപ്പം നിൽക്കുമ്പോഴാണ് സായിയുടെ വർക്കിംഗ് സൈറ്റിനടുത്തുള്ള കോളേജിലേക്ക് അഞ്ജലി പോകുന്നത് സായ് കണ്ടത്. അഞ്ജലി ഈ കോളേജിലാണോ പഠിക്കുന്നത്? സായ് ആത്മകഥം പറഞ്ഞു. സാർ എന്താ പറഞ്ഞത്? ആനന്ദ് ചോദിച്ചു. അല്ല, ഈ കാണുന്നത് B.Ed കോളേജ് അല്ലേ? സായ് ചോദിച്ചു. ആ അതെ സാർ, അതിൻ്റെ ബാക്കിൽ കാണുന്നത് നൃത്ത വിദ്യാലയമാണ്. സായിയുടെ ഫോൺ റിങ് ചെയ്തു. സായ് ഫോൺ എടുത്തു നോക്കിയപ്പോൾ അമ്മയായിരുന്നു. സായ് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അമ്മ. മോനെ സായ്, ഗോപി അങ്കിളിന് ഓഫീസിൽ നിന്നും കോൾ വന്നു. നാളെ തന്നെ എത്തണമെന്ന് പറഞ്ഞു. അവർ പോകണമെന്ന് പറയുകയാണ്. നീ അവർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം. പിന്നെ നിനക്ക് തിരക്കില്ലെങ്കിൽ നീ ലീവ് എടുത്തിട്ട് ഇങ്ങോട്ട് വായോ. ആ ഓക്കെ അമ്മ, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞ് സായ് ഫോൺ കട്ട് ചെയ്തു. ആനന്ദ്, സായ് വിളിച്ചു. എന്താ സാർ? ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് എപ്പോഴാണെന്ന് നോക്ക്. ഒരു 3 ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ അയക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നീ മാനേജ് ചെയ്യൂ. ഞാനൊന്ന് വീട്ടിലേക്ക് പോവുകയാണ്. എന്താ സാർ, എന്തെങ്കിലും എമർജൻസി? ആനന്ദ് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല. ഗോപി അങ്കിൾ ഗോട്ട് ആൻ എമർജൻസി കോൾ ഫ്രം ഓഫീസ് ആൻഡ് അങ്കിൾ ഈസ് ഗോയിങ് ബാക്ക്. ഓക്കെ, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം സാറിനെ വിളിക്കാം. കാര്യങ്ങൾ ആനന്ദിനെ ഏൽപ്പിച്ച് സായ് വീട്ടിലേക്ക് പോയി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക.